ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും റമദാൻ കരീം. പിന്നെ അങ്ങനെ അൽഹംദുലില്ലാ ഒന്നാമത്തെ നോമ്പ് റാഹത്തിലും തിരക്കിലും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ രാവിലെ ഒരു 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് നമ്മളെ പണി. ആദ്യം തന്നെ എഗ് ബോക്സിനുള്ള മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അലക്കാൻ ഒരുപാടുണ്ട്, അതൊക്കെ ഒന്ന് തരംതിരിച്ചിട്ടൊന്ന് വാഷിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എഗ് ബോക്സിനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ വേഗം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ അതേ അടുപ്പ് തന്നെ അപ്പോൾ മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ അടുപ്പ് തന്നെ നമ്മൾ പഴം വേവിക്കാൻ വേണ്ടിയിട്ട് അതും വെക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് പിന്നെ തലേന്ന് മുളക് കഴുകി ഉണക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് മിക്സിയിലിട്ടടിച്ചിട്ട് അതും ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ട് പിന്നെ നമ്മളെ പണി സ്റ്റാർട്ട് ചെയ്ത് മുട്ട പുഴുങ്ങിയെടുത്തത് അതൊക്കെ തൊലി മാറ്റി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ പഴവും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഗ്രൈൻഡറിലിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഇത് ഒരുപാട് പഴം ഉണ്ടായതുകൊണ്ടാണ് ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ കൈ കൊണ്ട് ഒന്ന് ഉടച്ചെടുക്കുകയും പിന്നെ ഒരു ട്രിപ്പ് എടുത്ത് അത് മാറ്റിയതിന് ശേഷം അടുത്ത ട്രിപ്പ് വീണ്ടും പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഇവിടെ റെഡിയാകട്ടെ. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോകാം, ബാക്കി പണി അവിടെ ചെയ്യാം. പിന്നെ ഒരുപാട് ഓർഡർ ഉണ്ടെന്ന് തലേന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനുള്ള പഴമൊക്കെ ആദ്യത്തെ ബാച്ചൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ അടുക്കളൻ്റെ കോലം നോക്കണം, എല്ലാം ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എഗ് ബോക്സിനുള്ള മസാല റെഡിയാക്കുന്ന ഗ്യാസ് തന്നെ വേഗം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നല്ല ഉള്ളിയും ഒക്കെ വഴറ്റിയെടുത്ത് അതിലേക്ക് ഉപ്പും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ എഗ് ബോക്സിൻ്റെ വീഡിയോ ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ ഷോർട്സ് വീഡിയോ കാണാം, അതിലുണ്ട് ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ മുട്ട മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ മുട്ട രണ്ടായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് നമ്മുടെ കാമ്പൊക്കെ അതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അങ്ങനെ അതൊക്കെ വേഗം ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. പഴം അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഹാഫ് മൂൺ ഉണ്ടാക്കാനുണ്ട്. ഹാഫ് മൂണിനുള്ള മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ ഇട്ടിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൽ. മുട്ട നിറച്ച് വെച്ചിട്ടുണ്ട്. ഹാഫ് മൂണിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ എഗ് ബോക്സിനുള്ള മാവ് പരത്തിയെടുക്കുകയെന്ന് അങ്ങനെ ഓരോന്നും വേഗം പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ ഇനി അടുത്തത് കായയുടെ ഉണ്ടാക്കിയെടുക്കുകയെന്ന്. അപ്പം ആൾ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 പണിയുമായി, വീഡിയോ കോൾ ചെയ്യലുമായി നമ്മളെ പണി നടക്കലുമായി. എൻ്റെ വീഡിയോയിൽ വരുന്നൊന്നും ആൾക്ക് മനസ്സിലായിട്ടില്ല, വീഡിയോ എടുക്കുന്നതൊന്നും കാണുന്നില്ല. ഞാനവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആളൊന്നും അറിയാണ്ട് ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ വൈറലാന്നൊക്കെ പറയായിരുന്നു അങ്ങോട്ടേക്ക്. അങ്ങനെ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കായടി ആകുന്നുണ്ട്, നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെ വേഗം റെഡിയാക്കി എടുത്തിട്ട് കായയുടെ ഇനി പാക്കിങ് ചെയ്യണം. അങ്ങനെ വേഗം പാക്കിങ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ച് ഫ്രോസൺ ആയാലേ നമുക്ക് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകുമ്പോൾ എളുപ്പത്തിൽ കൊടുക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഇതൊക്കെ ഉടഞ്ഞു പോകും. പിന്നെ എഗ് ബോക്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്, വേഗം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പം റമദാൻ മാസം ഭയങ്കര ബുദ്ധിമുട്ടാണ് എണ്ണൻ്റെ അടുത്ത് നിൽക്കാന്നുള്ളത്. ഭയങ്കര ചൂടും ദാഹവും വിശപ്പും ഒക്കെ വരുന്നതല്ലേ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ട് പിന്നെ 1:30 മണിയായിട്ടുണ്ട് അപ്പം തന്നെ. അപ്പം കോള് വന്നിട്ടുണ്ട്, കുറേ ആൾക്കാർക്ക് കൊടുക്കാനുള്ളത്. 3 ആൾക്കാർക്ക് 1:30 മണിക്കോ 2 മണിക്കോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അവർക്ക് ബോക്സിലാക്കിയിട്ട് കൊടുക്കുകയെന്ന്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് ഫ്രീസ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇതൊക്കെ വേഗം ഒന്ന് എടുത്തിട്ട് എൻ്റെ മോൻ്റെ കയ്യിൽ കൊടുത്തേക്കണം. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഒക്കെ ഇത് തുടങ്ങിയപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു 3 മണി 4 മണിയാവുമ്പോൾ നമ്മൾ തന്നെയാണ് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോയില്ല. അപ്പോൾ മോന് ലൈസൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ലാ ഈ വർഷം ഓന് ലൈസൻസ് കിട്ടിയതുകൊണ്ട് നമുക്ക് കുറച്ച് ആശ്വാസമായി. ഓൻ്റെ കയ്യിൽ കൊടുത്തേക്കാന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പോക്കൊക്കെ നമുക്ക് കുറച്ച് എളുപ്പമായി കിട്ടിയ വീട്ടിൽ നിന്ന് സാധനം ഉണ്ടാക്കിയാൽ മതിയല്ലോ, ബാക്കി കൊണ്ടുകൊടുക്കുന്നത് ഓന് കൊണ്ടുകൊടുക്കും. അപ്പോൾ 3 സ്ഥലത്തേക്കുള്ള ഡെലിവറിയാണ്. ഉച്ചയ്ക്ക് 2 മണിയാകാനായിട്ടുണ്ട്. അപ്പോൾ 2 മണിക്ക് അവർക്ക് സാധനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഒന്ന് ബോക്സിലാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ ഓന് കൊടുക്കാനും ഒന്ന് എളുപ്പമായി കിട്ടും. അപ്പോൾ പിന്നെ തുടക്കക്കാർക്കൊക്കെ ഇതൊരു മോട്ടിവേഷൻ ആയാൽ നല്ലതാണെന്ന് വിചാരിക്കുന്നത്. കാരണം ഇതുപോലൊക്കെ തന്നെയാണ് നമ്മളും തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. പിന്നെ 10-12ൻ്റെ പാക്കറ്റിൽ ഒരു ഏകദേശം 25 സമൂസയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ 10-15 ആക്കുന്നതാണെങ്കിൽ ഒരു 8-10ൻ്റെ സൈസ് കവറിൽ വെച്ചാലും മതി. പിന്നെ
ഈ 4 ബോക്സിലാക്കിയിട്ട് അത് വണ്ടിയിൽ കൊടുത്തയക്കുന്നുണ്ട്. അങ്ങനെ മോനും അനിയത്തിരെ മോനും കൂടിയിട്ട് രണ്ടാളും അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി അവരയച്ചതിന് ശേഷം കുറച്ച് സമാധാനമായി. പിന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇത് 3 മണി 3:30 ആകുമ്പോഴേക്ക് വേണമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ വേഗം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് തീ പറ്റിച്ച് എണ്ണയൊക്കെ ചൂടായതിനു ശേഷം നമ്മൾ എഗ് ബോക്സ് ഫസ്റ്റ് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഓർഡർ വേണമെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. വാട്സപ്പ് കോൾ ചെയ്താൽ വേഗം എടുക്കുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന പുണ്യരാവിലെ വിലയേറിയ നിങ്ങളുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തിനും ഒരിടം നൽകണമെന്ന് പ്രത്യേകം ദുആ വസിയത്ത് ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ ദുആയിലും നിങ്ങൾക്കും ഒരിടം ഞാൻ മാറ്റിവെക്കുന്നതാണ്. നമ്മൾ എഗ് ബോക്സ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേ എണ്ണയിലേക്ക് തന്നെ കായടിയും ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയും ഇതുപോലത്തെ വീഡിയോ മതിയോ അല്ല വേറെ സെപ്പറേറ്റ് സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാൻ എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം തിരക്കിൻ്റെ ഇടയിൽ അതൊന്നും വീഡിയോ എടുത്ത് ചെയ്യുന്ന നമ്മൾ ഉണ്ടാക്കുമായിരിക്കും. പക്ഷേങ്കിൽ ഇത് വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പം നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5 മണി 5:30 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കൽ. അങ്ങനെ അതുകൊണ്ട് ആ വീഡിയോ വേണോ അല്ല ഇതുപോലെ ഡെയിലി വീഡിയോ മതിയോ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. എങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം, എൻ്റെ സംസാരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. കാരണം ഒരുപാട് ആൾക്കാർ മുമ്പെന്ന് ഞാൻ നല്ല പാങ്ങിൽ എൻ്റെ മുന്നിലുണ്ടെങ്കിലും ഞാൻ വർത്താനം വായി തോരാതെ സംസാരിക്കും. പക്ഷേ ഈ വീഡിയോയിൽ സംസാരിക്കുമ്പം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എനിക്ക് വിക്കൊക്കെ ഉണ്ടെന്ന്. കാരണം നല്ലപോലെ വർത്താനം ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വരില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരം. അപ്പോൾ ഇതാ നമ്മളെ കട്ട്ലറ്റും ഫ്രൈ ചെയ്യാനുണ്ടായിന്, അതൊക്കെയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കേണ്ടത് ഇവർക്ക് ഫ്രോസൺ വേണം ഫ്രൈ ചെയ്യാനുള്ളത് കൊണ്ട് അങ്ങനെ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം അവർക്കും അതൊന്ന് ബോക്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇത് ആളെടുക്കാൻ വരുന്നതാണ്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, അവർ വന്നിട്ട് എടുത്തിട്ട് പോയിക്കോളും. അങ്ങനെ അതൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുടെ നല്ല കമൻറ്റുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതൊക്കെ തന്നെയാണ് എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ വിജയവും. എൻ്റെ വീഡിയോ കണ്ട് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. കാരണം എന്ന് വെച്ചാൽ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ടാകും. പിന്നെ ഞാനും എല്ലാം തികഞ്ഞവളായിട്ട് എവിടെയും എത്തിയിട്ടൊന്നുമില്ല. പക്ഷെ ഒരു തുടക്കക്കാരി എന്ന നിലയിൽ മാത്രമേ ഞാനുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ടുണ്ടാകും. പക്ഷേ ഞാനും ഇനിയും ഒരുപാട് വളരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഐഡിയകളും ഇതൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അതെനിക്കൊരു പ്രചോദനമാവുമല്ലോ. അങ്ങനെ ഇതാ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവർ പുറത്ത് വന്നിട്ടുണ്ട്. അവർക്കിതാ അത് ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവർക്കും കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇതാ ഒരു 5:45 നമ്മൾ വീണ്ടും ഡ്യൂട്ടിയിലേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് നോമ്പ് മുറിക്കാനുള്ള കടി ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ നോമ്പ് മുറിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കിയെടുത്ത് ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ മുറിച്ചിട്ട് അതും ഒന്ന് ടേബിൾ മൊക്കെ ഉണ്ടാക്കണം. എൻ്റെ ഇടയിൽ കുറച്ച് വാങ്ങുന്നവരൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. അവരെ വീഡിയോ ഒന്നും പിന്നെ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇതാ നോമ്പ് മുറി വരെയുള്ള വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടും നമ്മളെ പണി തുടരുന്നുണ്ട്. രാത്രി വരെ നമ്മൾക്ക് പണിയുണ്ട്. പിറ്റേന്നേക്കുള്ളതൊക്കെ സെറ്റാക്കി എടുക്കാനൊക്കെ ഉണ്ട്. ആക്കുന്ന ഞങ്ങൾക്ക് ക്ഷീണമായിട്ടില്ലെങ്കിൽ കാണുന്ന നിങ്ങൾക്ക് ക്ഷീണമാകും. അതുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. പുതിയ വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.